എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? മതേതര കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ വിജയരാഘവൻ ഉന്നയിച്ചത്. വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് ആയി. ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. എത്ര അസംബദ്ധമായ പ്രസ്താവനയാണ് നിങ്ങൾ നോക്കണം. ഇങ്ങനെ ഒരു ഭാഷ ഇവിടുത്തെ RSSകാരൻ പോലും ഇവിടെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അത്രയും മോശമായ ഭാഷയിൽ ഉപയോഗിച്ചത്. രാഹുൽ ഗാന്ധിയും സുനീർ എന്ന ഒരു മുസ്ലിം നാമധാരിയുമാണ് ആദ്യം മത്സരം നടന്നത്. അന്ന് 4.5 ലക്ഷം വോട്ടിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ആരെ വോട്ടാണത്? ഉത്തരം കൂടെ. എന്താ ഈ വർഗീയത എന്നതിന്റെ വിവക്ഷ? സുനീർ എന്ന മുസ്ലിമിനേക്കാളും 4.5 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി എന്ന ഹിന്ദു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഒരു മതേതര സമൂഹമാണ് വയനാട്ടിലുള്ളത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നോക്കുക, അന്നും നോക്കുക. രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടന്നപ്പം K. സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയതയുടെ വിജയമാണെന്ന് സുരേന്ദ്രൻ പോലും എന്താണ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ പറയുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിന്റെയും ഒക്കെ മുന്നേറ്റത്തിന് മുന്നിലും പിന്നിലും നിന്നത് എന്താ പറയാ, മുസ്ലിം ഏത് അപകടകാരികളെ നിന്നത്? ഇങ്ങോട്ട് പറ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഏത് അപകടകാരി? ഞങ്ങളുള്ളത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? പിന്നെ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ മൊത്തം സ്ഥിതിഗതികൾ നിങ്ങൾ എടുക്കുക. കൽപ്പറ്റ മുസ്ലിം ഭൂരിപക്ഷമാണോ? മാനന്തവാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? സുൽത്താൻ ബത്തേരി മുസ്ലിം ഭൂരിപക്ഷമാണോ? തിരുവമ്പാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? താൻ പറയില്ലല്ലേ? അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ഒക്കെ സമാസമമാണ്. ഒരു വണ്ടൂർ വേറനാട് മാത്രമാണ് അസംബ്ലി മണ്ഡലത്തിൽ എന്താണ് മുസ്ലിം ഭൂരിപക്ഷം എന്ന നിലക്കുള്ളത്. ബാക്കി എന്താണ്? ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ഏക്കൂല. ഒരു വയനാടിലെ ഒരു ജനതയെ, അത് CPM പോലുള്ള പാർട്ടി, ഈ വിജയരാഘവൻ എന്താ ഭ്രാന്തായോ? മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ വേണ്ടിയിരിക്കെ. അയാളുടെ വായക്ക് ചങ്ങലിടേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ CPM എന്ന പാർട്ടി ഇവിടെ ഉണ്ടാവില്ല. ആ പാർട്ടിയിൽ മുസ്ലിങ്ങൾക്ക് ഇനി എങ്ങനെ നിൽക്കാൻ കഴിയും? എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. ഏത് രീതിയിലാണ് ഏങ്കിൾ ചെയ്തത്? എന്താ ഇതൊക്കെ? ഇയാൾ ഇന്നൊന്നലും തുടങ്ങിയതല്ലോ. ഇയാൾ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? ഉള്ളതോന്നോ അവൻ പിന്നെ കള്ളം പറയൂ. ഇയാളെ പോലുള്ള ഇത്തരം നയം വെച്ചിട്ട് CPM എങ്ങനെ മുന്നോട്ട് പോവുക? ഇത് കേന്ദ്ര BJPക്ക്, ഈ സെൻട്രൽ BJPയുടെ നയമാണ് ഇവിടുത്തെ CPM-ന്റെ നേതാക്കളിലൂടെ പുറത്തു വരുന്നത്. എന്നെ സംശയിക്കരുത്. ന്യൂനപക്ഷങ്ങളെ കുറെ പ്രീണിപ്പിക്കാൻ കുറെ ഇഫ്താർ വിരുന്നും പോത്തിറച്ചി ഫെസ്റ്റിവലൊക്കെ നടത്തി നോക്കി. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പം വർഗീയത ആളിക്കത്തിക്കുക. ഭൂരിപക്ഷത്തെ ഒരു മുസ്ലിം വിരുദ്ധർ BJPയെക്കാളും ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ഈ എന്താ പറയാ, മുസ്ലിം വിരുദ്ധരായ ആളുകളെ വോട്ട് BJPയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. എവിടെ വരാനാ? ഈ കേരളമാണത്, മലയാളികളാണ്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. അവര് ശരിയായ ചിന്താബോധത്തിലാണ്. അവർക്കറിയാം. പാലക്കാട്ട് പോലും നമ്മൾ കണ്ടില്ലേ? പാലക്കാട്ട് നഗരസഭയിൽ 1 തൊട്ട് 15 വരെയുള്ള വാർഡുകൾ, ബൂത്തുകൾ, അത് നിങ്ങൾ പഠിക്കി. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്ത? അവിടെയാണ് 4000 തൊട്ട് 6000 വോട്ട്, 8000 വരെ BJP ലീഡ് ചെയ്യാറ്. അവിടെയാണ് 6000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തത്. അവിടുത്തെ BJPക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു സമൂഹം, അവർ ഈ പൂരം കലക്കാൻ തുടങ്ങിയിട്ടുള്ള തെമ്മാടിത്തം നടത്തിയ ഒരു പാർട്ടിയോടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്ക് മറിച്ച് വോട്ട് ചെയ്തു. അതാ പാലക്കാട്ട് കണ്ടത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ആ വോട്ട് ചെയ്തവരെ പോലും എന്താക്കി മാറ്റിവര്? അത് ജമാഅത്തെ ഇസ്ലാമി SCPI എന്ന ഒരു എന്താ പറയാ, ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പോലും കൊള്ളാവുന്ന ആളില്ലാത്ത ഈ ഈർക്കിർ പാർട്ടികളെ വെച്ചുകൊണ്ട് പറയാ അവിടെ വോട്ട് ചെയ്ത മതേതരരായ ഹിന്ദുക്കളടക്കമുള്ളവർ അവരെ ഒന്നിനും പറ്റാതായി. ഈ വിജയരാഘവൻ എത്ര കാലമായി ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്? ഈ വിജയരാഘവനെ നിയന്ത്രിക്കേണ്ടത് CPM എന്ന പാർട്ടിയാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഗോവിന്ദൻ മാഷ് ഇത് സംബന്ധമായി എന്ത് നിലപാട് പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, CPM-നകത്ത് അഭയം തേടിയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് മുസ്ലിം നാമധാരികൾ ആ പാർട്ടിയിലുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. അല്ല, ശ്രീ ഷാഫി ചാലിയ, ഇത് വിജയരാഘവൻ മാത്രമല്ല,
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഈ സംഘടനാ തലം ചലിപ്പിച്ചത് ജമാഅത്ത് ഇസ്ലാമിയും SDPI ആണെന്ന് AK ബാലനും പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ഈരാറ്റുപേട്ടയിൽ ഇപ്പൊ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ കണക്ക് ഈ ചർച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അപർണ ഒന്ന് പരിശോധിക്കും. അപ്പൊ അപർണക്ക് അത് മനസ്സിലാവും. CPM 2ാം സ്ഥാനത്താ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്താ. 300 ചില വോട്ടേ CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ വെറും 30 വോട്ടേ ഉള്ളൂ. ബാക്കി മുഴുവൻ എവിടേക്ക് പോയി? SDPI 2ാം സ്ഥാനത്തെത്തി. ഈ ഇടപാട് മനസ്സിലാക്കാൻ നേരെ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിയും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഞാൻ അതിന്റെ എണ്ണം കുറെ ഈ ചർച്ചയിൽ പറഞ്ഞത്. SDPI ഇവരും തമ്മിൽ ഒരുമിച്ച് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തൊക്കെ കണക്ക് പറഞ്ഞു മടുത്തു. ഇതിങ്ങളെ തലയിൽ ഇത് കേറൂല. CPM തീക്കൊള്ളി കൊണ്ട് തലയുറിയാണ്. ഇപ്പൊ അഡ്മിറ്റ് ആക്കാൻ ആ വിജയരാഘവനെ പോയി എന്ത് ചെയ്യണം? കുതിരോട്ടത്ത് ഇപ്പോഴാണ് എടുക്കൂ, കുറച്ച് കഴിഞ്ഞ് അതും എടുക്കൂല. അയാൾക്ക് ഭ്രാന്തായിട്ടുണ്ട്. BJP പോലും ആ കാര്യത്തിൽ കാണിക്കുന്ന സമചിത്തത പോലും. കാരണം ഉത്തരേന്ത്യ വിളിച്ചു പറഞ്ഞതുപോലെ കേരളത്തിൽ വിദ്യാസമ്പന്നരായ ഒരു മതേതര സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ അത് ആപത്താണെന്നുള്ള തിരിച്ചറിവ് BJPക്കുണ്ട്. അതാണ് ഇത്ര വിഷം തുപ്പാൻ BJP പോലും വരാത്തത്. ആ സ്ഥാനത്താണ് ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് ആ വിജയരാഘവൻ വന്നത്. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കൂട്ടിയ വർത്തനം എന്താ? നേർക്ക് പറയും. ഏത് തീവ്രവാദികൾ? അവർക്കൊരു പേരുണ്ടല്ലോ. ഏത് തീവ്രവാദികളാണ് പ്രിയങ്കന്റെ മുന്നിൽ നിന്നത്? ഏത് തീവ്രവാദികളാണ് പിറകിൽ നിന്നത്? ഇവർക്ക് ഒരു വിജയം ഉണ്ടാക്കാൻ മാത്രം തീവ്രവാദികളുടെ എണ്ണം എത്രയാണ് ഈ കേരളത്തിൽ? അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. വയനാട്ടിൽ തീവ്രവാദികൾക്ക് എത്ര ലക്ഷം വോട്ടുണ്ട്? അത് വ്യക്തമാക്കാൻ CPM മുന്നോട്ട് വരണം. ലക്ഷക്കണക്കിന് മതേതരവാദികളുടെ വോട്ട് അവിടെ ഉള്ളത്. കേരളം ഒട്ടാകെ ഇളകും തന്റെ വയറ്, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. നിങ്ങൾക്ക് അരിവാളും ചുറ്റേക്കും വോട്ട് ചെയ്ത ഒരുപാട് ലക്ഷോപലക്ഷം മുസ്ലിങ്ങളുണ്ട്. അവരെ നേരെ നിങ്ങൾ പല്ലിളിക്കല്ലേ? അവരല്ലേ പ്രതിസന്ധിയിലായത്? താഴെത്തട്ടിൽ അവർക്ക് എന്ത് പറയാനുണ്ട്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ വന്നപ്പം അവിടെ ഇരിക്കുന്ന സാബു ചേട്ടനെ അല്ലെ റെജി ലൂക്കോസിനെ ഞാൻ തന്തക്ക് വിളിക്കുക. എന്നിട്ട് പിന്നെ പറയാണ് ഞാൻ വിളിച്ചത് നിങ്ങൾ അമ്മാവനെയാണെന്ന് പറയാ. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ. നമ്മുടെ മനസ്സിലുള്ളതല്ല, നമ്മൾ ഉദ്ദേശിച്ചില്ല. നമ്മളെ വായിന്ന് വരുന്ന ജനങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർ എന്താ വിജയരാഘവന്റെ വായിന്ന് വന്ന വിഷം? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. എത്രമാത്രം ഗൗരവമുള്ള അതാണ്, എത്രമാത്രം ആക്ഷേപരഹമാണ്. എന്നെ തൊടമാട്ടെ, ഞങ്ങൾക്ക് യൂണിയനുള്ളത് അറിയാമോ? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.